ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ലൈവ് പറയുന്ന വിഷയം കേരളത്തിൽ ഈ ഇടയ്ക്ക് പലതരത്തിലുള്ള ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിസ്മയുടെ കേസ് എല്ലാവർക്കും സുപരിചിതമാണ്. ആ സമയത്ത് പലരും സംസാരിച്ച വിഷയമാണ് ഇനി ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള മനക്കരുത്തും അതോടൊപ്പം തന്നെ അറിവും നേടണമെന്നുള്ളതൊക്കെ. ആ വിഷയങ്ങൾ എല്ലാവരും കേട്ടു. അത്രമാത്രം പത്രമാധ്യമങ്ങളിലൂടെ ശ്രദ്ധയാകർഷിച്ച ഒരു വിഷയമായിരുന്നു. എന്നാൽ ഷാർജയിലെ അൽ നഹത്ത എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ച് കൊല്ലത്തുകാരിയായ വിപിൻചികയും ആത്മഹത്യ ചെയ്യപ്പെട്ടു. അതും ഇതേ കേസുമായി ബന്ധപ്പെട്ടാണ്. അതായത് സ്ത്രീധന പീഡനവുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടി കൂടി, അതും വിസ്മയ കൊല്ലത്തായിരുന്നെങ്കിൽ വിപഞ്ചികയും കൊല്ലത്തു നിന്ന് തന്നെയാണ്. അത് പക്ഷേ ഷാർജയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ, ആത്മഹത്യകൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ വർദ്ധിക്കുന്നതെന്നുള്ളത് വലിയ ഒരു ചർച്ചയാകേണ്ടിയിരിക്കുന്നു. വിപഞ്ചിക മരിച്ചത് തൻ്റെ കുഞ്ഞ് 1.5 വയസ്സുള്ള വൈഭവിയെ കൊന്നിട്ടാണ്. അത്രമാത്രം മാനസിക പീഡനം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2020 നിതീഷിനെ ഇദ്ദേഹം വിവാഹം കഴിക്കുന്നത്. കേസിൽ നിതീഷിൻ്റെ സഹോദരി നീതു, അവരുടെ അച്ഛനുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. നിതീഷിൻ്റെ അച്ഛനു കൂടി വേണ്ടിയാണ് തന്നെ വിവാഹം കഴിച്ചത് എന്നുള്ള വിപഞ്ചികയുടെ മരണക്കുറിപ്പുകൾ, അതിൽ നിതീഷിനെ പറ്റി എഴുതിയിട്ടുള്ള നിഷ്ഠൂരമായ കാര്യങ്ങൾ, ക്രൂരമായ പീഡനങ്ങളും ശാരീരിക പീഡനവും മാനസിക പീഡനവും ആക്രമണവും ഒക്കെ അഴിച്ചുവിടുന്നതിനെപ്പറ്റി 6 പേജുള്ള ആ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വ്യക്തമായിട്ട് വിപഞ്ചിക തൻ്റെ വിഷമങ്ങൾ എഴുതി പറയുന്നുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥിനികളിൽ നല്ല വിദ്യാഭ്യാസം ചെയ്ത വിദ്യാർത്ഥിനികൾ തന്നെയാണ് കുടുംബിനികളായി മാറുമ്പോൾ ആത്മഹത്യ എന്ന തലത്തിലേക്ക് മാറുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളിൽ അത്തരത്തിലുള്ള ആത്മഹത്യ പ്രവണത വർദ്ധിക്കുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഗാർഹിക പീഡനത്തിൻ്റെ തീവ്രതയും നരക ജീവിതവുമൊക്കെ ഇതിനൊരു കാരണമാണ്. അതോടൊപ്പം ഈ ആത്മഹത്യ കൂടുന്നതിൻ്റെ കാരണമായിട്ടുള്ളത് അവർ അനുഭവിക്കുന്ന നിസ്സഹായത, അതായത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ, ഭയവും ശിക്ഷയും, പലതരത്തിലുള്ള ഭയങ്ങൾ അവർക്കുണ്ടാവും. അതോടൊപ്പം തന്നെ ഭർത്താവിൽ നിന്ന് നിൽക്കേണ്ട ശിക്ഷ, സാമൂഹിക സമ്മർദ്ദമുണ്ടാവും, തങ്ങൾ കളങ്കപ്പെടുമോ സമൂഹത്തിൽ എന്ന ചിന്തകൾ, അവരോട് പറയാതിരിക്കുന്നത്, ഇതൊക്കെ വലിയ ഒരു പ്രതിസന്ധിയാണ്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കുടുംബത്തോട് സംസാരിക്കുന്നില്ല എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയങ്ങളാണ്. ഇതിന് പരിഹാര മാർഗങ്ങളായിട്ട് ഈ ആത്മഹത്യ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കണം. ആത്മഹത്യ അല്ല അതിനുള്ള പോംവഴി. അതിന് പലതരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് തേടാൻ പറ്റും. പോലീസിൻ്റെ സഹായം, കുടുംബത്തിൻ്റെ സഹായം, അഭയ കേന്ദ്രങ്ങളിൽ പോകാം, കൗൺസിലിങ്ങിനുകൾ പോകാം, ആത്മരക്ഷാർത്ഥം പലതരത്തിലുള്ള മാനസികപരമായ കരുതലുകൾ എടുക്കുന്ന കോഴ്സുകൾ നമ്മൾ കേട്ടുപഠിക്കണം. ഇതിനു മുമ്പ് നമ്മുടെ മനസ്സിനെ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ പല ഘടകങ്ങൾ നമ്മുടെ സാമൂഹിക പിന്തുണ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പണത്തെ പറ്റിയുള്ള ചിന്തയും പണം ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. നിയമപരമായ പോരാട്ടം നടത്തുവാനുള്ള വഴികളെപ്പറ്റി നമ്മൾ ചിന്തിച്ച് കണ്ടെത്തണം. സുരക്ഷിതമായ ഒരു മേഖലയിൽ നമുക്കൊരു പാർപ്പിടത്തെപ്പറ്റി നമ്മൾ നേരത്തെ ചിന്തിച്ചിരിക്കണം. ജനകീയ ബോധവും അതോടൊപ്പം തന്നെ നീതിന്യായ വ്യവസ്ഥയും പറ്റി, നിയമത്തെപ്പറ്റി വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് ഉള്ളതിൽ നിന്ന് വിഭിന്നമായി സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള പല നിയമപരിരക്ഷകളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇതിനെപ്പറ്റിയുള്ള അറിവുകൾ ഇല്ലാതെ വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് നമുക്ക് കോടതിയിൽ മുൻകൂട്ടി പോകാൻ കഴിയും, കോടതിയെ ഇത് ധരിപ്പിക്കാൻ കഴിയും.
അപ്പം യഥാർത്ഥത്തിൽ ഈ ഗാർഹിക പീഡന നിരോധന നിയമം അനുസരിച്ച് നമ്മുടെ കുട്ടികൾക്ക്, അതായത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ വലിയ പ്രൊട്ടക്ഷനാണ് നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ട്. അത് നിയമബോധം നമുക്കില്ലാത്തതിൻ്റെ പ്രശ്നമാണത്. നമുക്ക് നിയമപരമായ അറിവുണ്ടാവണം. ആത്മഹത്യ പരിഹാരമില്ലെന്നും നമ്മൾ മനസ്സിലാക്കണം. അതിലുപരി ഞാൻ ഇന്ന് രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് വളരെയേറെ ദുഃഖം അല്ലെങ്കിൽ വിഷമം തോന്നിയ ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ വരുന്നത്. പ്രത്യേകിച്ച് ആ മുന്നേ പോന്ന എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളായതുകൊണ്ടാവാം എന്ന് കരുതുന്നതിനകത്തും തെറ്റില്ലാതില്ല. അവർ പെൺകുഞ്ഞുങ്ങളാണെങ്കിലും അവരെ ഞാൻ വളർത്തുന്ന തലം വ്യത്യസ്തമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് അവരോട് പറയേണ്ടതും എൻ്റെ അത്തരത്തിലുള്ള വേദനയെന്ന് പറയാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, അതിനെ ഓവർകം ചെയ്യാനുള്ള വഴികൾ തേടി തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. എനിക്ക് അവരോട് പറയാനുള്ളത്, കേട്ടോ നേഹ, കേൾക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളെ കെട്ടിയിട്ടല്ല വളർത്തുന്നത്, മനസ്സിലായോ? നിങ്ങൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുമില്ല. ഏത് അഭിപ്രായങ്ങൾക്കും നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ, ഏത് പ്രശ്നത്തിനും അഭിപ്രായം പറയാനുള്ള ഒരു തലം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഇല്ലയോ? മാറ്റി നിർത്തിയിട്ടുമില്ല. നിങ്ങൾ ശാരീരികമായും മാനസികമായും വളരണമെന്നുള്ളത് കൊണ്ടാണ് നിങ്ങളെ ഞാൻ ഈ എക്സസൈസ് രാവിലെ എഴുന്നേൽപ്പിക്കുമ്പോഴും നിങ്ങളെ ചെറിയ അർത്ഥത്തിലൊക്കെ മെഡിറ്റേഷൻ ചെയ്യണമെന്നൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ പ്രിപ്പറേഷനും മനസ്സിലാവുന്നു. അതോടൊപ്പം തന്നെ ഈ കരോട്ടയ്ക്ക് ഗോപകുമാറിൻ്റെ അടുത്ത് വിടുന്നതേ നിങ്ങൾ ഫിസിക്കലി ഫിറ്റ് ആവാൻ വേണ്ടിയാണ്, മനസ്സിലാവുന്നു. ശരിയും തെറ്റും നിങ്ങൾ കേൾക്കും. നിങ്ങളുടെ ഒരു സ്വപ്നമുണ്ട്, ആ സ്വപ്നത്തിന് ചിറക് വിരിച്ച് പറക്കുന്നതിന് ഞാൻ എതിരല്ല. ആ ചിറകുകളെ ഞാൻ കെട്ടിയിട്ടിട്ടുമില്ല. നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ മാത്രമാണ് ഞാൻ പഠിപ്പിച്ചത്. അല്ലാതെ നിങ്ങൾ എൻ്റെ ചിന്തയ്ക്കനുസരിച്ച് വളരണമെന്ന് പറഞ്ഞു, നിങ്ങളുടെ ചിന്തയ്ക്കനുസൃതമായ രീതിയിൽ പറന്ന് നടക്കാൻ നിങ്ങളെ പഠിപ്പിച്ചതാണ്. നിങ്ങൾ ഉറക്കെ സംസാരിക്കാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇല്ലയോ? നിങ്ങൾ ഉറക്കെ തന്നെ സംസാരിക്കണം. ചീത്ത വാക്ക് കേട്ടാൽ നിങ്ങൾ അറയ്ക്കരുത്, ഭയക്കരുത്. നല്ല വാക്ക് പോലെ സമൂഹത്തിൽ ചീത്ത വാക്കുമുണ്ട്, മനസ്സിലാവുന്നോ? ഇവിടെ പ്രശ്നം എന്താണ്? ഈ പറയുന്ന വാക്കുകൾ കേട്ട് ആ മാനസിക സമ്മർദ്ദത്തിന്മേൽ ഒരു ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് വാക്കുകളുടെ പ്രഹരമേൽക്കാൻ കഴിയാതെ പോകുന്നു. നമ്മളീ പറയുന്ന നല്ല വാക്കുകൾ മാത്രം, ഈ പള്ളികളിലും പട്ടത്തും ഒക്കെ എന്താ സംഭവിക്കുന്നത്? എല്ലാം നല്ല കുഞ്ഞുങ്ങളായി വളരണം, നല്ല കാര്യങ്ങൾ എന്ന് മാത്രം പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയും. അത് സമൂഹത്തിൽ ഇന്നത്തെ കാലത്തില്ല എന്ന് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം, മനസ്സിലാവുന്നോ? നേഹ, കേൾക്കുന്നുണ്ടോ? നിങ്ങളെ ഞാൻ ചെങ്ങല കൊണ്ട് കെട്ടിയിട്ടുണ്ടോ? ഇനി കെട്ടത്തുമില്ല, മനസ്സിലാവുന്നു. ഒരു പട്ടം പോലെ നിങ്ങൾ പറന്നുയരുമ്പോൾ അതിൻ്റെ നൂലിൻ്റെ ഒരറ്റത്ത് പിടിക്കുന്നത് നിങ്ങൾ മക്കളായതുകൊണ്ടാണ്, മനസ്സിലായോ? എന്ന് പറഞ്ഞുകൊണ്ട് പട്ടം പറന്നു പോകുന്നത് ആ നൂലുണ്ടായതുകൊണ്ട് ദിശ മാറ്റിത്തരുന്നു എന്നുള്ളതേ ഉള്ളൂ, മനസ്സിലാവുന്നോ? എനിക്കറിയാം, ആ പട്ടം പൊട്ടിപ്പോയാലും നിങ്ങൾ പരുന്തിനെ പോലെ പ്രതിസന്ധികൾക്ക് അനുകൂലമായും പ്രതികൂലമായും പറക്കാനൊക്കെ നിങ്ങൾക്ക് കഴിയും എന്ന് നമുക്കറിയാം, മനസ്സിലായോ? ആ ധൈര്യമാണ്. പിന്നെ ജീവിതത്തിൽ നല്ല സുഹൃത്തുക്കൾ വേണം. വിസ്മയയ്ക്കും വിഭജികയ്ക്കും ഒക്കെ സംഭവിച്ചത് സുഹൃത്തുക്കളുടെ ഒരു കുറവാണ്. അത് ആൺ സുഹൃത്തായാലും പെൺ സുഹൃത്തായാലും, മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങളുടെ പ്രതിസന്ധി വരുന്ന സമയത്ത്, ഇപ്പോൾ ഈ സ്ത്രീധന മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം പറയാൻ ഒരാളുണ്ടായില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധിയാണ്. ഞാനിപ്പോഴും സംശയത്തോടാണ് കാണുന്നത്, അവരെന്തുകൊണ്ടാണ് അവരുടെ അമ്മയോട് ഇതൊന്നും പറയാൻ തയ്യാറാകാഞ്ഞത് എന്നുള്ളത്. ഒരു സുഹൃത്തിനോടും അമ്മയോടും പറയാൻ കൂട്ടാക്കണം, മനസ്സിലാവുന്നു? നിങ്ങൾക്ക് പറയാൻ അമ്മയുണ്ട്, ഞാനുണ്ട്, നല്ല സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് വിഷയങ്ങൾ മൂടി വയ്ക്കാതെ സംസാരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവണം എന്നാ, മനസ്സിലായോ? പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഈ കരയാൻ തോന്നിയാൽ കരയുകയും വേണം, മനസ്സിലാവുന്നു? ചിരിക്കുമ്പം ചിരിക്കാനും കരയുമ്പം കരയാനും ദേഷ്യം വന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കാനും ഒക്കെ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കഴിയണം, മനസ്സിലായോ? അതായത് ഈ ചീത്തയുടെ വാക്കായി പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, ഒരു ചുരുളി എന്ന് പറഞ്ഞൊരു സിനിമ കേട്ടായിരുന്നു. ആ സിനിമയെ കണ്ടോ? എന്തുമാത്രം ചീത്തയാണ് പറയുന്നത്. ആ ചീത്ത പറയുമ്പം കേരള സമൂഹം കേട്ടില്ലായിരുന്നു. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മയിര് എന്നൊരു വേർഡ് ഒരുത്തം വിളിച്ചാൽ നിങ്ങളവിടെ ഭയപ്പെട്ട് ഓടുകയല്ല, മനസ്സിലായി? എന്ന് പറഞ്ഞുകൊണ്ട് ചീത്ത അതേപോലെ തിരിച്ചു വിളിക്കണം. ആ ദേഷ്യം അയാൾ പ്രകടിപ്പിക്കുമ്പോൾ
നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയിലെ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടതാണെങ്കിൽ പ്രകടിപ്പിക്കാൻ കഴിയണം. മനസ്സിലാവുന്നു? നമ്മളെ ഒരാൾ മർദ്ദിച്ചു, അതാദ്യം അങ്ങ് ക്ഷമിക്കുക, ഇനി അടിക്കരുത്. അല്ല, നിങ്ങളെ ഉപദ്രവിക്കാനാണ് സാധ്യത എങ്കിൽ അതിനാണ് നിങ്ങൾ കരാട്ടെ പഠിച്ചേക്കുന്നതെന്നുള്ള ഓർമ്മ വേണം. രണ്ടുപേരൂടെ മാന്യമായിട്ട് അങ്ങ് കൈകാര്യം ചെയ്തേക്കണം. മനസ്സിലാവുന്നു? അതെ, ഞാനീ പറയുന്നത് അത് അയാളെ പോയി അങ്ങോട്ട് അടിക്കണം എന്നുള്ളതല്ല, മറിച്ച് ഒരു വിഷയം വന്നാൽ നിങ്ങൾ തകർന്നു പോകാതെ അടിച്ചാൽ എന്ത് ചെയ്യണം, നിങ്ങളും തിരിച്ചടിക്കണം. അതുകൊണ്ടാണ് ഇത്രയും ഫീസ് തന്നെ ഞാൻ ഗോകുമാറിൻ്റെ അടുത്ത് നിങ്ങളെ പറഞ്ഞു വിട്ടേക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ ആൺകുട്ടികൾ നടക്കുന്നതിൻ്റെ കൂടെ നടക്കണം. മനസ്സിലായോ? സമൂഹം നിങ്ങളെ ചിലപ്പോൾ എന്തോ ചെയ്യും, വേറെ രീതിയിൽ പറയാം, അവർ ആൺപിള്ളേർ ഇവിടെ നടക്കുന്നു. അതല്ല, ആൺപിള്ളേരാണ്. ആർക്കാ? ഞങ്ങൾക്ക് നിങ്ങൾ ആൺപിള്ളേരാ, സമൂഹത്തിന് നിങ്ങൾ പെൺകുട്ടികളായിരിക്കും. മനസ്സിലായോ? സമൂഹം നിങ്ങളെ എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നല്ല ഇതിനർത്ഥം. പെൺകുട്ടികൾ കരുത്തയാണെന്ന് ഞാൻ ബോധിപ്പിച്ചതാ. ആൺകുട്ടികൾ എന്നിവിടെ മീൻ ചെയ്ത് എന്താണെന്നറിയോ? നിങ്ങളുടെ ഫിസിക്കൽ കരുത്തിനെയാണ്. നിങ്ങൾ അവരോടൊപ്പമാണെന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ആൺകുട്ടികൾ എന്ന് ബോധ്യപ്പെടുത്തിയത്. മനസ്സിലാവുന്നു? നിങ്ങൾക്ക് അങ്ങനെ നടക്കാനും നിങ്ങൾ ആ രീതിയിൽ സംസാരിക്കാനും നിങ്ങൾക്ക് കഴിയും എന്നുള്ള ഇത് നിങ്ങൾ തന്നെ മനസ്സിലാക്കി വെച്ചോണം. മനസ്സിലാവുന്നു? പിന്നെ ഇവിടുത്തെ ഇപ്പം നിങ്ങളുടെ സ്കൂളുകളിലും പള്ളികളിലും മറ്റുള്ളിടത്തും ഒക്കെ ഈ കൗൺസിലിംഗ് ഉണ്ടല്ലോ. ഈ കൗൺസിലിംഗ് ഒന്നും തന്നെ എനിക്ക് ഗുണകരമായി തോന്നാറില്ല. കാരണം ഈ കൗൺസിലിംഗ് വരുന്ന ആൾ ഏതെങ്കിലും നാടുകളിൽ പോയി ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് മേടിച്ച് ചിലപ്പം വരുന്നവരായിരിക്കാം. ഒട്ടനാശയങ്ങൾ എന്ത് ചെയ്യും അവർ സംസാരിക്കുന്ന പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തെ കൗൺസിലിങ്ങിൽ എന്ത് ചെയ്യണം, പെൺകുട്ടികളോട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ ചില വേർഡുകൾ പറയാൻ പോലും ഇവരെ അറയ്ക്കുക. ഇവർക്ക് പേടിയാണ്. ആർക്കാ? ഈ കൗൺസിലിംഗ് എടുക്കുന്ന ആൾക്ക് പേടിയാണ്. മനസ്സിലാവുന്നു? വാക്കുകളെ ഭയപ്പെടാൻ പഠിക്കരുത്, വാക്കുകളെ എതിർക്കാൻ പഠിക്കണം. മനസ്സിലാവുന്നു? സംസാരം പല രീതിയിലുണ്ടാവും. ഒരാൾ ഇന്ന രീതിയിൽ സംസാരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, സംസ്കാരത്തിനനുസരിച്ചാണ് വരുന്നത്. മനസ്സിലാവുന്നു? പക്ഷേ അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള കരുത്ത് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കണം. പള്ളിയിലാണെന്നില്ല നിങ്ങളോട് പറയുന്നത് എന്തോ, നന്മയനുസരിച്ച് ജീവിക്കണം, തിന്മയുടെ മക്കളാകരുത്, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കും. മനസ്സിലാവുന്നു? ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്തുനിന്ന് തന്നെയാണ് യവനും വരുന്നത് യവരും വരുന്നത്. മനസ്സിലാവുന്നു? അപ്പോൾ ഒരു സൊസൈറ്റിയിൽ എന്തുണ്ട്, ഈ രണ്ട് തരത്തിലുള്ള അനുഭവങ്ങളും ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒരു അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു അനുഭവത്തിലേക്ക് വരുമ്പം അതിനെ ഓവർകം ചെയ്യാനുള്ള കരുത്ത് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. എല്ലായിടത്തും സുവിശേഷം, നമ്മളിപ്പം കൗൺസിലിങ്ങിനും സുവിശേഷമാണ് പറയുന്നത്. മനസ്സിലായോ? അതൊരർത്ഥവും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലാവുന്നോ? അപ്പം ജീവിതം എന്ന് പറയുന്ന ഒരു സുഖിപ്പിക്കൽ മാത്രമല്ല, അവിടെ ശരിയും ഉണ്ട്, തെറ്റുണ്ട്, നന്മയുണ്ട്, തിന്മയുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സമ്മിശ്രമാണ്. കാരണം ഒരേ വ്യത്യസ്ത അനുഭവത്തിൽ ജീവിച്ച രണ്ടുപേര് ഒരുമിച്ച് ചേർന്ന് വരുന്നൊരു ജീവിതമായതുകൊണ്ട് ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടാകാൻ കാരണമാകുന്നതിന് കാരണം അതാ. മനസ്സിലാവുന്നു? ഇനി എല്ലാ പുരുഷന്മാരും മോശമാണെന്ന് പറയുകയും ചെയ്യരുത്. എല്ലാ സ്ത്രീ പീഡനങ്ങളും ഇവിടെ എല്ലാ വീടുകളിലും നടക്കുന്നൊന്നുമല്ല. ഇതൊക്കെ ഒരു 95% ഞാൻ വിശ്വസിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മനസ്സിലാവുന്നു? ഈ സോഷ്യൽ മീഡിയയുടെ പ്രചരണം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രസരിപ്പ് മനുഷ്യരുടെ ഇടയിലുണ്ട്. അത് കുടുംബങ്ങൾക്ക് ചിലപ്പം വഷളാകുന്നത് അതൊക്കെ ആൾക്കാർ ഏറ്റെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിൽ ജീവിക്കണമെന്നുള്ളൊരു നിർബന്ധമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആണുങ്ങൾ മോശക്കാരായിട്ട് ചിത്രീകരിക്കരുത്. അവർ നമ്മുടെ സഹോദരനും അച്ഛനും നമ്മുടെ മകനും ഒക്കെയാണ്. അപ്പം അവരെന്താണ്, അവർ വീട്ടിൽ നിന്ന് വളർന്നു വരുന്ന സാഹചര്യങ്ങളും ഇപ്പോൾ സമൂഹത്തിൽ ലഭിക്കുന്ന സാഹചര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പം അവർക്കുണ്ടാകുന്ന ഫ്രസ്ട്രേഷൻസ് ഒക്കെ നിങ്ങളുടെ മണ്ടയിൽ ചെയ്തു തീർക്കാൻ ചിലർ ശ്രമിക്കും. വിവാഹം കഴിഞ്ഞ് പോകുമ്പം അത് ഡിപ്രഷന് കാരണമായി മാറും. മനസ്സിലാവുന്നു? ആ ഡിപ്രഷൻ ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ വിഭജികയുടെ കേസ് പറഞ്ഞാൽ വിഭജിക ആരെ കൊന്നു? അതിനു മുമ്പേ മോളെ കൊന്നു. വൈഭവി എന്ന് പറയുന്ന 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊന്നു. സാധാരണ ഒരു അമ്മയ്ക്ക് കൊല്ലാൻ പറ്റുമോ? അപ്പോൾ അത് എന്തുകൊണ്ട് നടന്നു എന്ന് ചോദിച്ചാൽ അവർ അത്രമാത്രം ഡിപ്രസ്ഡ് ആയിരുന്നു. മനസ്സിലാവുന്നു? ആ ഡിപ്രഷനാണ് അവർ ആ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അപ്പോൾ ഇതിനകത്ത് വേറെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റും അധ്യാപകരും ഇതിൽ വലിയൊരു പങ്കുണ്ട്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളും. ഒന്ന്, കുട്ടികളെ സുഹൃത്തായി കാണാൻ പറ്റണം. ആ രീതിയിൽ അവർക്ക് തുറന്നു പറയാവുന്ന തരത്തിലേക്ക് മാറ്റണം. ഗവൺമെൻറ്റുകൾ ഈ കൗൺസിലിങ്ങും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോൾ ഉണ്ടല്ലോ, യോഗ്യത ഉള്ളവരെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണം. മനസ്സിലാവുന്നു?
ഈ കൗൺസിലിംഗ് നടത്തുന്ന ആൾ എന്ത് ചെയ്യാം? ഭയപ്പെട്ടാൽ പിന്നെ കൗൺസിലിംഗ് ഉണ്ടോ? മനസ്സിലാവുന്നോ? അയാൾക്കത് പറഞ്ഞു കൊടുക്കാൻ കുട്ടികൾക്ക് കഴിവുള്ളൊരുത്തനായിരിക്കണം. അത്തരത്തിലുള്ള കൗൺസിലിംഗ് നടത്താൻ പറ്റുന്ന ആൾക്കാരെ വേണം എന്ത് ചെയ്യുന്നു സ്കൂളുകളിലൊക്കെ വിളിക്കേണ്ടത്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഇതുപോലൊരു പീരീഡ് കൊടുക്കുന്നത് കൊണ്ട് അവരെന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു അപ്പച്ചനെ വിളിച്ച്, പള്ളിയിൽ അപ്പച്ചന്മാരെയൊക്കെ വിളിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പൂജാരിയൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യും? സുവിശേഷം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവരും പറയുന്നത് ആ പള്ളികളിൽ നിന്ന് പറഞ്ഞ നമുക്ക് മുന്നോട്ട് വേദപുസ്തകം വായിക്കുന്ന രീതിയിലാണ് ഈ ആശയങ്ങളെ പറഞ്ഞു കൊടുക്കുന്നത്. കേട്ടോ നേഹ? പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സിറ്റുവേഷനെ ഓവർകം ചെയ്യാനും ഇത് സമൂഹത്തിലുണ്ട് എന്നും അവരെ ബോധ്യപ്പെടുത്താനും അവർക്ക് ഈ നിയമങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കണം. ഏതാ? ഗാർഹിക പീഡന നിരോധന നിയമത്തെ പറ്റി മനസ്സിലാവുന്നോ? അതുപോലെ തന്നെ സ്ത്രീധന നിരോധന ഇതും 1961 ഇതും മനസ്സിലാവുന്നോ? അങ്ങനെ ഉള്ള സെക്ഷനുകൾ, ഡൊമസ്റ്റിക് വയലൻസിനെതിരെയുള്ള ആക്ടുകൾ മനസ്സിലാവുന്നു. അത് ഏറ്റവും ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പോയിന്റ്സുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഏത് ഇത്തരത്തിലൊരു ആക്രമണം ഭർത്താവിൻ്റെ കയ്യിൽ നിന്നോ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നോ ഉണ്ടായാൽ അവർക്ക് പോലീസ് സ്റ്റേഷനിൽ സമീപിക്കാമെന്നും അവർക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുമെന്നും അങ്ങനെയൊക്കെയുള്ള ബോധങ്ങൾ കുട്ടികൾക്ക് എന്ത് ചെയ്യണം? ഈ കൗൺസിലർ പറഞ്ഞു കൊടുക്കണം. യഥാർത്ഥത്തിൽ ചില ചീത്ത വേടുകളെ പറ്റി സമൂഹത്തിലുള്ള വേടുകൾ ഉണ്ടെന്നും അത് ചുരുളി സിനിമ ഒന്ന് കണ്ടാൽ മതി. അത് എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ വിളിക്കണമെന്നല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ കുട്ടികൾ ബോധ്യപ്പെടുത്തിയിരിക്കണം. ബാബാ തിരിഞ്ഞു നടക്കാം. മനസ്സിലാവുന്നോ? അപ്പോൾ ആ അറിവ് നമ്മൾ എന്ത് ചെയ്യണം? നേടണം. അപ്പോൾ ഈ കൗൺസിലേഴ്സൊക്കെ എന്ത് ചെയ്യണം? അതൊക്കെ പറയാനുള്ള കരുത്തുള്ളവരായിട്ട് അവർ അങ്ങനെ മാറണം. ഇപ്പം നിങ്ങളുടെ സ്കൂളിൽ ഇനി ഈ തരത്തിലെങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നറിയാം? ഞാൻ എന്നെ മാർക്കറ്റ് ചെയ്യല്ല, നിങ്ങൾ ടീച്ചറിനോട് പറയണം, ടീച്ചറെ എൻ്റെ പപ്പ നല്ലോണം കൗൺസിലിംഗ് ചെയ്യും, പുള്ളിക്കാരനൊരു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും BEd ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഡോക്ടറേറ്റ് ചെയ്യുന്ന ഒരാളാണ്, പുള്ളിക്ക് കുറച്ചധികമായിട്ട് ഇതിന് സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന് ഞങ്ങളോട് ഡെയിലി ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത്. മനസ്സിലാവുന്നു? പപ്പയെ വിളിച്ച് നമുക്ക് ഒരു ദിവസം ഇവിടെ ഒന്ന് പറയിപ്പിക്കാം. യഥാർത്ഥത്തിൽ വേണം. മനസ്സിലാവുന്നു? വ്യക്തമായ രീതിയിൽ. അപ്പോൾ ഇത് പറയുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, ഒരു കൗൺസിലിംഗ് കേൾക്കുമ്പോൾ നമുക്ക് വേദന വരണം. മനസ്സിലാവുന്നു? അതിനെ എതിർക്കാനുള്ള പണ്ടത്തെ കുട്ടികൾക്കൊക്കെ എന്തായിരുന്നു ഈ ആത്മഹത്യ ഒരു പ്രവണത വരാഞ്ഞ്? കാരണം വീട്ടിൽ നിന്നും അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു, സ്കൂളുകളിലും അത്തരത്തിൽ നല്ല അടി കിട്ടുമായിരുന്നു. എൻ്റെ ഇന്ന് മുരളി സാറിൻ്റെ നിന്നൊക്കെ ഇഷ്ടംപോലെ അടി ഞങ്ങൾ മേടിക്കുമായിരുന്നു. അന്നൊരു സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷേ ഇന്നൊക്കത്തില്ല. കാരണം ഇന്ന് നിങ്ങൾ ജീവിച്ചു വരുന്നത് വേറൊരു തലത്തിലാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ആ കാഴ്ചപ്പാട് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കിക്കണം, വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. ഇപ്പോൾ വിപിൻജിക്കും വിസ്മയിക്കും ഒക്കെ പറ്റിയത് എന്താണ്? അവർക്ക് ഈ സമൂഹത്തെ ഭയമായതാണ് ഏറ്റവും പ്രശ്നം. മനസ്സിലാവുന്നു? സമൂഹത്തിലെ പെർഫെക്ഷൻ ഒരു വലിയ പ്രശ്നമാണ്. അങ്ങനെ ഒരു പെർഫെക്ഷൻ ഇല്ല. മനസ്സിലാവുന്നു? നിങ്ങൾക്ക് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കാനുള്ള കരുത്ത് നേടുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അതുകൊണ്ട് ഈ സുവിശേഷ പ്രസംഗം മാത്രം കേട്ടാൽ പോരാ, ജീവിതത്തിൽ പ്രതിസന്ധി, ഓരോ സിനിമകൾ ഓരോ കഥകളാണ് പറയുന്നത്. മനസ്സിലാവുന്നു? അപ്പോൾ അതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. അത്തരത്തിലുള്ളൊരു ജീവിതത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യാ പ്രവണതകളൊക്കെ കുറച്ചെടുക്കാൻ നമുക്ക് പറ്റൂ. മനസ്സിലാവുന്നോ? അതുകൊണ്ട് വിസ്മയും വിപിൻജിയും പോലെയുള്ള കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് എന്താണ്? 100% എന്ത് ചെയ്യണം? നിങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാനും നിയമപരമായ അറിവുകൾ ഉണ്ടാക്കാനും മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും ചേർന്ന് നിൽക്കാനും പിന്നെ സാമ്പത്തികപരമായ ലിറ്ററസി ജീവിതത്തിൽ കൊച്ചുനാളിലേ പഠിക്കേണ്ടതാണ്. പണം ഉണ്ടാക്കാനുള്ള പണത്തോടുള്ള ഒരിത്, പണം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല. പണത്തിന് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവണം. അപ്പം ജനങ്ങൾ പിന്നെ അപ്പം ചോദിക്കും, ഇവിടെയൊക്കെ കോടതി എന്തുകൊണ്ടാണ് ആത്മഹത്യ? ഈ ആത്മഹത്യ ചെയ്തതിൻ്റെ വേറൊരു വിഷയം എന്തോന്നാണ്? ഇരിക്കും മക്കളെ, എന്തോന്നറിയാം? ഈ കുട്ടിക്ക് കോടതിയോടൊരു ഭയം. എന്തുവാ? കോടതിയിൽ ചെന്നാൽ ഇത്രയും നാൾ ചുമ്മാ ക്യൂ നിൽക്കണം, ആൾക്കാരുടെ പ്രശ്നങ്ങൾ, അവരെന്തു പറയും, ഇവരെന്തു പറയും, മീഡിയയുടെ പ്രശ്നങ്ങൾ, ഇതൊന്നും ഭയപ്പെടരുത്. കാരണം എന്താ? ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലാണ്. കാരണം എന്താ? എനിക്ക് ചിന്തിക്കുന്നത് കാരണം എന്താ? സ്വാതന്ത്ര്യം എത്തരത്തിൽ വന്നു? വിദ്യാഭ്യാസപരമായ ഒരു മാറ്റം അവർ ഉൾക്കൊള്ളുന്നുണ്ട്. മനസ്സിലാവുന്നു? അതായത് ഒരു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിക്കരുത്. മനസ്സിലായോ? ഒരു പുരുഷൻ എങ്ങനെ ജീവിക്കുന്നു എന്താ ചിന്തിക്കാത്തത്? പുരുഷന് രണ്ടാമത് വിവാഹം കഴിക്കാം, പുരുഷൻ എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നില്ല? അത്തരത്തിലേക്ക് ചിന്തിക്കണം. അപ്പം നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നതെന്ന് മനസ്സിലാക്കി
നിങ്ങൾ കരുത്തരായി മാറാത്തിടത്തോളം കാലം ഈ സമൂഹം നിങ്ങളെ ഉപദ്രവിക്കുക തന്നെ ചെയ്യും. മനസ്സിലാവുന്നോ? അതുകൊണ്ട് യു ആർ നോട്ട് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ സെക്സ്. നിങ്ങളും മനുഷ്യരാണ് എന്നുള്ള ഉത്തമ ബോധത്തോട് ജീവിക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ നല്ല സുഹൃത്തുക്കളെ ഇരു സെക്സിൽ നിന്നും സ്വീകരിക്കാൻ കഴിയണം. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പറയാൻ പറ്റണം. എന്തോന്ന് പറയാൻ പറ്റണം? നിങ്ങളുടെ വിഷയങ്ങൾ പരസ്പരം ചർച്ച ചെയ്യാനും ധാരണ ഉണ്ടാകുന്ന തരത്തിൽ ജീവിപ്പാനും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണം. മനസ്സിലായോ? ഇപ്പം പപ്പയ്ക്കാണെങ്കിൽ നിഷാദുണ്ട്, പ്രദീപുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ അല്ല മീനോട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പെൺകുട്ടികളിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളായിട്ട് കാണാൻ പറ്റിയ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു സുതാര്യത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റൂ. അതിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന മിടുക്കരായി മാറാൻ പറ്റും. ഓക്കെ? അപ്പം നിങ്ങളെ ചെങ്ങലയിടാതെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ അത്തരത്തിൽ തന്നെയാണ് നിങ്ങളെ കൊണ്ടുവരുന്നത്. ചായ കിട്ടിയത് കൊണ്ട് ഞാൻ നിർത്തുവേ. എന്താ